ഹായ് ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൗ ടു ഒപ്റ്റിമൈസ് കേഴ്സർ ഫോർ യുവർ പ്രോജക്ട്സ് അതിനെക്കുറിച്ചിട്ടാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. സോ കേഴ്സർ ഇൻസ്റ്റാൾ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഗോ ടു cursor.com ആൻഡ് യു വിൽ സീ ദ ഡൗൺലോഡ് ഓപ്ഷൻ. നിങ്ങൾ ഡൗൺലോഡ് ഐ ആം യൂസിങ് വിൻഡോസ്, സോ you can see the download for Windows button. Otherwise, if you are using a different OS, you can go to all downloads. Mac OS ഉണ്ട്, Windows ഉണ്ട്, Linux ഉണ്ട്. You can choose your option. And before going that, so നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക കേഴ്സറിൽ, സൈൻ അപ്പ് വിത്ത് യുവർ അക്കൗണ്ട്. ആൻഡ് ദിസ് ഇസ് ഡിഫറെൻറ്റ് പ്രൈസിങ്. സോ ദിസ് ഫ്രീ ആൻഡ് ദിസ് പ്രോ ആൻഡ് ദിസ് ബിസിനസ്. Pro means like $20 per month. It's just like ChatGPT $20 per month ആണ്, just like Claude also. And നമ്മളത് യൂസ് ചെയ്യുന്ന പോലതല്ല ഇത് യൂസ് ചെയ്യുന്നത് ആസ് എ കോഡർ. ദസ് എ ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ് ഫോർ യൂസിങ് ദിസ്. ഫ്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദസ് 2 week ട്രയൽ ഉണ്ട് ആൻഡ് ദസ് 200 completions instead of 500. So let's you can just download. There's no fancy things or anything. Just click next and just install it. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഓപ്പൺ കേഴ്സർ. മേ ബി നിങ്ങൾ പാത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ടൈപ്പ് കേഴ്സർ ആൻഡ് ദ വിൻഡോ വിൽ ഓപ്പൺ. സോ ഐ ഓൾറെഡി ഡിഡ് സംതിങ്, സോ ലെറ്റ്സ് സെറ്റ് ഇറ്റ് അപ്പ് ഫോർ ദ ഫസ്റ്റ് ടൈം. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, സോ ഐ എം ഗോയിങ് ടു മിനിമൈസ് ദിസ് ആൻഡ് യു ക്യാൻ സീ ദിസ് സെറ്റിംഗ്സ് ഐക്കൺ. സെറ്റിംഗ്സ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാൻ സീ വൺസ് നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ലോഗിൻ ചെയ്യാൻ പറയും. സോ യു ക്യാൻ ജസ്റ്റ് ലോഗിൻ യൂസിങ് യുവർ യൂസർ നെയിം ആൻഡ് പാസ്വേഡ്. അത് കഴിഞ്ഞിട്ട് ദിസ് മോഡൽസ് മീൻസ് ലൈക്ക് ഏതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഏതൊക്കെ മോഡൽസാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള യു ക്യാൻ ക്ലിക്ക് ഓൺ ദ ചെക്ക് ബോക്സസ്. ദിസ് ഓട്ടോ മോഡ് ആൻഡ് ദിസ് മാനുവൽ മോഡ്. സോ ഐ give you a detailed explanation for that. And this rules, this MCP നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. I'll be doing a separate video for that. this indexing എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് വെക്ടർ ഡാറ്റാബേസ്. നമ്മൾ യൂസ് ചെയ്യുന്ന കോഡ് ബേസിൻ്റെ ആൻസേഴ്സ്, നമ്മൾ കൊടുക്കുന്ന ചാറ്റ് പ്രോംപ്റ്റ്സുകൾ അതെല്ലാം അവർ കീപ്പ് ചെയ്യുന്നതാണ്. ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം റൂൾസ്. മോഡൽസ് ഞാൻ ആസ് ഐ എക്സ്പ്ലെയിൻ, യു ക്യാൻ സെലക്ട് വാട്ട് എവർ മോഡൽസ് വിച്ച് ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ യു. നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നതനുസരിച്ച് നമ്മളെ യൂസേജ് പെട്ടെന്ന് തീരും. ഇവിടെ നമ്മൾ ഇൻ കേസ് യു ആർ യൂസിങ് പ്രോ വേർഷൻ ഒരുപാട് ഡോളേഴ്സ് ആവാൻ സാധ്യതയുണ്ട്. സോ കീപ്പ് ഇറ്റ് സിമ്പിൾ ഓൾവേസ്. ദെൻ ഗോയിങ് ബാക്ക് ടു ദ റൂൾസ്. സോ ഞാൻ ആസ് എ C# ഡെവലപ്പർ ഐ കീപ്പ് adding few rules for like, so this works as an agent. നമ്മളൊരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തന്നെ ഫയൽസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഫോർ എ വെബ്സൈറ്റ് HTML ഫയൽസും ക്രിയേറ്റ് ചെയ്യും, CSS ഫയൽസും ക്രിയേറ്റ് ചെയ്യും, ആൻഡ് ദർ വിൽ ബി JavaScript ഫയൽസ്. ആൻഡ് സംടൈംസ് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ടൈം എല്ലാം യൂസ് ചെയ്യുന്ന ഒരു റൂൾസ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റൈൽസ് എല്ലാം ഇൻലൈൻ ആയിട്ട് തന്നെ ഒരു ഡിഫറെൻറ്റ് CSS ഫയൽസ് ക്രിയേറ്റ് ചെയ്യാതെ ഇൻലൈൻ ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ യു ക്യാൻ സെറ്റ് എ റൂൾ ഫോർ ദാറ്റ്. സോ ആസ് ഐ ആം എ C# ഡെവലപ്പർ ഐ കീപ്പ് എ സിമ്പിൾ ലിസ്റ്റ് ഓഫ് റൂൾസ്. സോ ഇൻ ദ സ്ക്രീൻ യു ക്യാൻ സീ ഡ്രൈ. സോ ഇതെല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്ന ബേസിക്കായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഡോണ്ട് റിപ്പീറ്റ് യുവർ സെൽഫ്, കീപ്പ് ഇറ്റ് സിമ്പിൾ, സിംഗിൾ റെസ്പോൺസിബിലിറ്റി പ്രിൻസിപ്പിൾ. നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ക്ലാസ് അല്ലെങ്കിൽ മെത്തേഡ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അതിൻ്റെ ഒരു മെത്തേഡിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്നുണ്ടെങ്കിൽ to do something, like don't mix it up. Naming conventions. So you can like add in all the rules which you need based on your project. So ഈ റൂളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഫോർ എവറി ചാറ്റ് വി ആർ മേക്കിംഗ് ടു കേഴ്സർ. എല്ലാ ചാറ്റിൻ്റെ കൂടെയും ഈ റൂൾസ് അപ്ലിക്കബിൾ ആണ്. ആൻഡ് സോ ഐ ആഡഡ് ഫ്യൂ തിങ്സ് ടു ഹിയർ. സംതിങ് ലൈക്ക് ഫോളോ ക്ലീൻ ആർക്കിടെക്ചർ. ഞാൻ എപ്പോഴും ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഐ ഓൾവേസ് ഫോളോ ക്ലീൻ ആർക്കിടെക്ചർ. സോ ദാറ്റ്സ് വൈ ഐ പുട്ട്. ആൻഡ് യു ക്യാൻ സ്പെസിഫൈ ദ പ്രോജക്റ്റ് സ്ട്രക്ചർ ഓൾസോ. So this is like you can't actually copy paste the things from the screen itself. So how you can create it is like you can go to ChatGPT and you can just
ask for a rule structure. So first ask for a example rules and give them an example, something like a dry principle or something like that. And ഞാൻ അതിൽ ഒരു അഡീഷണൽ ആയിട്ട് ചോദിച്ചതെന്ന് വെച്ചാൽ ടൈലർ ദം ഫോർ എ സ്പെസിഫിക് ടെക് സ്റ്റാക്ക് ലൈക്ക് C# പ്രോജക്റ്റ്. നിങ്ങൾ പൈത്തണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ആണെങ്കിൽ യു ക്യാൻ ആസ്ക് ഫോർ എ ഡിഫറെൻറ്റ് തിങ് ആൻഡ് യു ക്യാൻ ഒപ്റ്റിമൈസ് ദാറ്റ്. ആൻഡ് ഇഫ് യു നീഡ് ദിസ് റൂൾസ് anyway, I'll be keeping these rules in the description, like something like that. You can reuse it, you can like change it as you like. So that's the rules section. And നിങ്ങൾക്ക് ഒരു പ്രോജക്റ്റ് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും റൂൾസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദർ ഇസ് പ്രോജക്റ്റ് റൂൾസ് ആൻഡ് യു ക്യാൻ ജസ്റ്റ് ക്ലിക്ക് ആഡ് ന്യൂ റൂൾ. ഞാനിവിടെ ഓൾറെഡി ഒരു സാമ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഇറ്റ് കംസ് അണ്ടർ .cursor/rules, like this. There will be a folder and you can see my sample. There's different rule types. Agent request ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ നമ്മൾ ചാറ്റിൽ I don't think you can see that. So if this different thing, you can @ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ you can even search in the web. You can search Git, you can search the code base, you can like reference the file, and for the rule you can like keep a description for the rule and you can ask from the agent itself. So there's different things for that. That's that. So this, I'm going to tell you one more thing. There is in the chat window there's an auto mode. So auto എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ so for example നിങ്ങൾ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. So you already set up the rules. നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് you can check the manual mode. So what I always do is like I select the if I'm starting the project from scratch, I select the first one and it's a deep thinking one, right? And I'll ask the agent to plan for me. നമ്മളൊരു പ്രോജക്റ്റിൻ്റെ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവുമല്ലോ. Plan this particular project in a plan.txt file and they'll create a txt file for you. ആ ഒരു ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ you can just ask them to complete the step 1, complete the step 2 and do as you go. That's one. And auto mode select ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ you can, so there's one more thing, and there's also agent എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തന്നെ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു, അവർ തന്നെ എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്യും. ജസ്റ്റ് സംടൈംസ് ദേ വിൽ ആസ്ക് യു ടു ആക്സെപ്റ്റ് എവറിത്തിങ്. If you give the permission to do everything, they'll okay, let's do check that. So there's an enable auto run mode. So നമ്മൾ auto run mode enable ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ they won't ask you to even accept the solution they have given. So I won't suggest that. Sometimes it's okay, like if you're working on some other project and you just gave a prompt, നമ്മളൊരു പ്രോംപ്റ്റ് കൊടുത്ത് നമ്മൾ വേറൊരു പ്രോജക്റ്റിന് നമ്മൾ വർക്ക് ചെയ്യുകയാണ്, അങ്ങനെയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് രാവിലെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ഒരു യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ ഒരു പ്രോജക്റ്റിന് ചെയ്യാനുണ്ട് ആൻഡ് യു ആർ വർക്കിംഗ് ഓൺ സംതിങ് ഓർ യു ആർ വാച്ചിങ് സം ട്യൂട്ടോറിയൽസ്. നിങ്ങൾക്ക് അത് കൊടുത്തു കഴിഞ്ഞിട്ട് you can just enable auto run mode and maybe select the thinking model and they'll do the work for you. But I am not selecting the auto run mode here. So that's one. And there's ask. So this is just like a chat. നമ്മൾ ചാറ്റ് ജി പി ടിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല, അതേപോലെ തന്നെ യു ക്യാൻ ആസ്ക് അബൌട്ട് യുവർ പ്രോജക്റ്റ്. നമ്മളൊരു കോഡ് അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് കോഡ് ബേസ് ഉണ്ട്, ആ കോഡ് ബേസ് ഇതിൽ ഈ കേഴ്സറിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് യു ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദാറ്റ്. So that's one. So this is a simple Flappy Bird game which I created. As you can see, I only ask for, I need to create a Flappy Bird game in HTML and JS. So this file is created by Cursor. I'm going to open the file. So this is the game which they created. It's a simple game. So I guess you guys had something from this video.
And if you're first to the channel, please like and subscribe, and see you in the next video. Bye bye.